കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 8000-ലധികം പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കരുനാഗപ്പള്ളി കോടതിയിൽ സമർപ്പിച്ചത്. കൊലയ്ക്ക് കാരണം മുൻവൈരാഗ്യവും ഗുണ്ടാപ്പകയുമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സന്തോഷിനെ കൊലപ്പെടുത്തി 90 ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 13 പ്രതികൾ ഉൾപ്പെട്ട കേസിൽ 171 സാക്ഷികൾ, 100 തൊണ്ടിമുതലുകൾ, നിർണായക തെളിവുകളായ 13 CCTV ദൃശ്യങ്ങൾ, 43 മഹസറുകൾ ഇവയൊക്കെ ഉൾപ്പെട്ട 8000-ലധികം പേജുകളടങ്ങിയ കുറ്റപത്രമാണ് ജിം സന്തോഷ് വധക്കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ഇത്രയധികം പേജുകളുള്ള കുറ്റപത്രം കോടതിയിലെത്തുന്നതും അപൂർവം. ഇക്കഴിഞ്ഞ മാർച്ച് 27-നായിരുന്നു ജിം സന്തോഷിനെ ഗുണ്ടാസംഘം വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. തോട്ടയെറിഞ്ഞ ശേഷം കൂടം കൊണ്ട് അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. മുൻവൈരാഗ്യവും ഗുണ്ടാപ്പകയും കൊലയ്ക്കു കാരണമായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പുമടക്കം പൂർത്തിയാക്കി 90 ദിവസത്തിനുള്ളിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ഫോറൻസിക് വിഭാഗത്തിന് പുറമെ കേന്ദ്ര ഫോറൻസിക് സംഘവും ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. കേന്ദ്ര സംഘത്തിൽ ഉൾപ്പെട്ട 3 പേരും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ ഗുണ്ടാ നേതാവ് പങ്കജ്, അലുവ അതുൽ തുടങ്ങി പ്രധാന പ്രതികളെയെല്ലാം വിദഗ്ധമായാണ് പോലീസ് വലയിലാക്കിയത്. അലുവ അതുലിനെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. പ്രതികളിൽ ചിലരെ കൊല്ലം ഡാൻസ് ഓഫ് സംഘവും പിടികൂടി. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ മേൽനോട്ടത്തിൽ വിപുലമായ അന്വേഷണ സംഘത്തെയാണ് ജിം സന്തോഷ് വധക്കേസ് അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നത്. കരുനാഗപ്പള്ളി CI V ബിജു ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. 24 കൊല്ലം.